പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. എൻ്റെ പേര് നോബി ടി ജെ. ഞാനിപ്പോൾ താമസിക്കുന്നത് രാജസ്ഥാനിലെ കോട്ട ജംഗ്ഷൻ എന്നുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഇമ്മാനുവൽ മിഷൻ ഇൻ്റർനാഷണൽ എന്നുള്ള ഒരു ക്രൈസ്തവ സംഘടനയിലെ സ്റ്റാഫായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. എനിക്ക് ഭാര്യയും 2 വയസ്സായ ഒരു മോനുമുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടുംബമായി രാജസ്ഥാനിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്തു വരുന്നു. വളരെ ആകസ്മികമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ബിലീവേഴ്സ് ചർച്ച് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ബിലീവേഴ്സ് ചർച്ച് ഇൻ്റർനാഷണൽ എന്ന സംഘടനയുടെ എന്ന സഭാ വിഭാഗത്തിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന ഡോക്ടർ കെ പി ഹോനൻ അവറുകളുടെ ആകസ്മികമായിരിക്കുന്ന വേർപാടിനെപ്പറ്റി നമ്മൾ കേട്ടത്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തെ പുകഴ്ത്തുവാനൊന്നുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ചില അനുഭവങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുവാൻ മാത്രമാണ് ഈ വീഡിയോ മുഖാന്തരം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ ഇകഴ്ത്തണമെന്നോ അദ്ദേഹത്തെ വിമർശിക്കണമെന്നോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1990കളുടെ ആരംഭത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ എല്ലാ ദിവസവും രാവിലെയുള്ള ഡോക്ടർ കെ പി ഹോനൻ അവറുകളുടെ ആത്മീയയാത്ര എന്നുള്ള റേഡിയോ പരിപാടി കേട്ടുകൊണ്ടാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 6:15 വരെ അദ്ദേഹം റേഡിയോയിൽ വരികയും റേഡിയോ പ്രസംഗം അദ്ദേഹം ചെയ്യുകയും ആത്മീയയാത്ര എന്നുള്ള പേരിൽ ഒരു പ്രസംഗം അദ്ദേഹം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം 1991 തന്നെ 8ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലുള്ള രാജാക്കാട് എന്ന സ്ഥലത്ത് അദ്ദേഹവും ടീമും ഒരു സുവിശേഷ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഏകദേശം 15ഓളം ആളുകൾ ഏകദേശം 12ഓളം കിലോമീറ്റർ നടന്ന് രാജാക്കാടെത്തി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയും ചെയ്ത അനുഭവത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം 1998 ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നെടുങ്കണ്ടം എന്ന സ്ഥലത്ത്, ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വേറൊരു യോഗത്തിനും കൂടുവാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ യോഗം ഞാൻ കൂടിയത് 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലുള്ള രാജകുമാരി എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ പോകുവാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ ടീം അവതരിപ്പിച്ച ഗാനശുശ്രൂഷയെല്ലാം കേൾക്കാനൊക്കെയുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണത്തെപ്പറ്റി എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം പ്രസംഗം 6 മണി മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അച്ചായ ഇനി കുടിക്കരുതെന്നുള്ള ഒരു പ്രസംഗ പരമ്പര. അത് നമ്മുടെ കേരളത്തിലെ 100 കണക്കിന് മദ്യപാനം ഉപേക്ഷിക്കുവാൻ പ്രോത്സാഹനമായി തീർന്ന ഒരു പ്രസംഗ പരമ്പരയായിരുന്നു അച്ചായ ഇനി കുടിക്കരുതെന്നുള്ള ആ ഒരു പ്രസംഗ പരമ്പര. ഞാനിന്നും ഓർക്കുന്ന ഒരു പാട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മനക്കേടു ഭവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ എന്നുള്ള ആ പാട്ടിനെ ആസ്പദമാക്കി അദ്ദേഹം മദ്യപാനത്തിനെതിരെ ചെയ്തിരുന്ന ഒരു പ്രസംഗ പരമ്പര ഉണ്ടായിരുന്നു. ആ പ്രസംഗ പരമ്പര മുഖാന്തരം അനേക മദ്യപാനികളുടെ കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങളെ ചെയ്ത ഒരു മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കെ പി ഹോനൻ അവറുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം താൻ പ്രസംഗിച്ചു പോന്നിരുന്ന ആ ശൈലിയെല്ലാം വിട്ട് അദ്ദേഹം ചില എപ്പിസ്കോപ്പൽ രീതിയിലേക്കൊക്കെ മാറി പിന്നീട് അദ്ദേഹം വേറെ ഒരു ലൈനിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനൊന്നും വിമർശിക്കാൻ നമ്മൾ ആരുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ വിമർശിക്കാനോ അതിൻ്റെ ശരിയോ തെറ്റുകളോ അന്വേഷിക്കാനോ നമ്മൾ ആരും ആളല്ല. അതൊക്കെ ദൈവം തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ ഈയിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് പരസ്പരം ചെളി വാരി എറിയുക. അതായത് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ പരസ്പരം വിമർശിക്കുക, പരസ്പരം ചെളി വാരി എറിയുക, വേറൊരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ദേവദാസന്മാരെ ഇകഴ്ത്തി കാട്ടുക എന്നുള്ള ഒരു പ്രവണത ദൈവമക്കളുടെ ഇടയിൽ തന്നെ ഇത് കൂടി വരുന്നുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. കർത്താവ് യേശുക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ മറ്റുള്ളവരെ വിമർശിക്കാനായിട്ടാണോ അതോ അവൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണോ? യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറൊരു ദേവദാസനെയോ അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനത്തെ നമ്മൾ ഇകഴ്ത്തി കാട്ടുവാനോ അവനെ കരുതേച്ച് കാണിക്കാനൊന്നും അതിനുള്ള നിയോഗമോ
അനുവാദമൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. പിന്നീട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതിനോട് വിയോജിക്കുകയോ ചെയ്യാം. നമ്മുടെ കേരളത്തിലൊരു സുപ്രസിദ്ധനായിരിക്കുന്ന ഒരു പ്രഭാഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡാമിയൻ ആൻ്റണി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഷമ ഡാമിയൻ. അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ കഴിഞ്ഞ ഏകദേശം 15-ൽ പരം വർഷങ്ങളായിട്ട് ഞാൻ യൂട്യൂബ് വഴിയും ടി വിയിലെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 15 വർഷത്തിനിടയ്ക്ക് ആ ദൈവദാസൻ ഇതുവരേക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിനിടയ്ക്കും വേറൊരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ വേറൊരു ദൈവദാസനെയോ പേരെടുത്ത് പറയുകയോ അവരെ വിമർശിക്കുകയോ അവരെ കരുതച്ച് കാണിക്കാനൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹം വരുന്നു, സുവിശേഷം പറയുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹം കടന്നു പോകുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ അവറുകളും ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം ആരുടെയും ഈ ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്ക് അതീതനല്ല. മാനുഷികമായിരിക്കുന്ന എല്ലാവരിലും ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ചില മനുഷ്യർക്ക് നമുക്കെല്ലാവർക്കും അന്യോന്യം വിമർശിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് നൽകുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അതൊക്കെ ദൈവം തീരുമാനിക്കട്ടെ. അതൊന്നും നമ്മുടെ കാര്യങ്ങളല്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷത്തിന് വേണ്ടി വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണത്തെപ്പറ്റി. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ കൗമാരപ്രായത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന് ഒരു എഴുത്ത് എഴുതി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ആ എഴുത്ത് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയും വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കാണിച്ച്. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ഞങ്ങളുടെ വിഷയത്തിനൊക്കെ ദൈവം മറുപടി തന്നിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളെ പ്രാപിക്കുവാനൊക്കെ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, 1980 മുതൽ 2000 ആണ്ടിൻ്റെ തുടക്കം വരെ സുവിശേഷത്തിനു വേണ്ടി അനവധി സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ അവർകൾ. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവനല്ല നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ്, ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു, അവൻ നിൻ്റെ നാമത്തിൽ അവൻ ഭൂതങ്ങളെ പുറത്തേക്കുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്നു, എന്നാൽ അവൻ നമ്മളോട് കൂടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളവനെ നിരോധിച്ചു. പക്ഷേ യേശു പറഞ്ഞിരിക്കുകയാണ്, അവനെ വിരോധിക്കരുത്. കാരണം നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവനല്ല നിങ്ങൾക്ക് അനുകൂലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് സുവിശേഷം നമ്മൾ പറഞ്ഞ സുവിശേഷമെല്ലാം ഒരു സുവിശേഷമാണ്. എന്നാൽ സുവിശേഷം പറയുന്ന രീതി വ്യത്യാസം കണ്ടേക്കാം. ആ രീതി വ്യത്യസ്തമാണെന്നത് കൊണ്ട് നമ്മൾ വേറൊരാളെ വിമർശിക്കാനോ നമ്മളവരെ താഴ്ത്തിക്കെട്ടാനോ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു, ഞാൻ ഓർക്കുന്നു. അതുകൂടാതെ കണ്ട് ഈ ദുഃഖാർത്ഥരായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിസ് ഗിസില യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ദാനിയേൽ, അദ്ദേഹത്തിൻ്റെ മകൾ മിസ്സിസ് സാറ എന്നിവരെല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുമാത്രമല്ല, അദ്ദേഹം സ്ഥാപിച്ച ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന സുവിശേഷ സംഘടന, അദ്ദേഹം സ്ഥാപിച്ച ഈ ബിലീവേഴ്സ് ചർച്ച് എന്ന പ്രസ്ഥാനവും അതോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവിൻ്റെ കാലശേഷം അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം നിന്ന് പോകാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ഇതാണ്, ആ പ്രസ്ഥാനങ്ങളെല്ലാം വീണ്ടും ശക്തിയോടെ അത് കർത്താവിനെ വീണ്ടും അവർ ഉപയോഗിക്കട്ടെ. ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വളരെ ശക്തിയായിട്ട് നിൽക്കുവാൻ ദൈവം അവരെല്ലാം ഉപയോഗിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ദുഃഖാർത്ഥരായിരിക്കുന്ന ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ക്രൈസ്തവ കൈരളിക്ക് വളരെ ശക്തനായിരിക്കുന്ന ഒരു പ്രസംഗകനെ, ഒരു സുവിശേഷ പ്രസംഗകനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ആ വിടവിനെ ദൈവം നികത്തുവാൻ
ദൈവം പുതിയ ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നിയോഗത്തോടെ, അഭിഷേകത്തോടെ, അധികാരത്തോടെ ആ സുവിശേഷം പ്രസംഗിക്കുന്ന വന്ന വഴി മാറാതെ അവസാനത്തോളം പൗലോസിനെ പോലെ അറിഞ്ഞ സുവിശേഷത്തിന് വേണ്ടി ലജ്ജയില്ലാതെ നിന്ന് കർത്താവിൻ്റെ മഹത്വകരമായ വേല തികയ്ക്കുവാൻ കഴിവും സമർപ്പണവുമുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ ഇനിയും നമ്മുടെ ദേശത്തു നിന്ന് എഴുന്നേൽക്കട്ടെ, നമ്മുടെ രാജ്യത്തു നിന്നും എഴുന്നേൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പ്രാങ്കി കിഡ്സ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ മുഖാന്തരം നിങ്ങളുമായിട്ട് സംവദിപ്പാൻ കഴിഞ്ഞ ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.